ഞാൻ ഓരോ പ്രാവശ്യം വീഡിയോക്ക് നീ എന്തോ നോക്കത്ത. ഞാൻ പറയാൻ വന്നത് എന്തെന്നറിയോ, അതായത് പണ്ട് വിനായക ബേക്കറി ഇല്ലേ, മനസ്സിലായോ ബേക്കറി? ആ, ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഹോളിയൻ ജ്യൂസിന് അടുത്തുള്ള വിനായക ബേക്കറി പോയിട്ട് ചിലപ്പോൾ റോഹനും കാണും, മിക്കപ്പോൾ ചിലപ്പോൾ റോഹനും കാണും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും, അത് ഓർമ്മയില്ല. അവിടെ പോയിട്ട് സ്ഥിരം ഒരു ചോക്ലേറ്റ് ഷാർജയും ഒരു ബട്ടർ ബണ്ണും കഴിയും. ടേസ്റ്റ് എന്ന് പറഞ്ഞാലിപ്പോൾ ആരും ഇപ്പോഴും അവിടെ നിന്ന് കാണും. പക്ഷേ അന്ന് ആണെങ്കിൽ 2 ഷാർജയും 3 ബട്ടർ ബണ്ണൊക്കെ അന്ന് കഴിക്കും. അന്ന് ഇന്നിപ്പോൾ ചിലപ്പോൾ ഒന്ന് പകുതി കഴിക്കുമ്പോൾ ചെടിക്കും. പക്ഷെ ആ ടേസ്റ്റ് അതൊരിക്കലും ഉണ്ടാവില്ല. പണ്ടത്തെ ഷാർജ ഇപ്പോഴും അത് പൂത്തുപോയില്ലേ. അല്ല ശരിയാണ്, അത് എന്തെന്നറിയോ, അതെനിക്ക് തോന്നുന്നത് ആ ഇൻഗ്രീഡിയൻസ് ആണ്. പണ്ട് ഷാർജ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പൊടി, സാധാ പൊടി. എനിക്ക് തോന്നുന്നു ചില ആളുകൾ മറ്റേ മൈലോ പൊടിയില്ലേ, ഷാർജ ഉണ്ടാക്കുന്ന ഹോർലിക്സിൽ അതാണ്. പക്ഷെ ഹോർലിക്സ് ഒരിക്കലും ഇടില്ല. മൈല ചിലര് മൈല ഇടും, ചിലര് കോംപ്ലാൻ ഇടും. പക്ഷെ കോംപ്ലാൻ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാത്തുണ്ട്. കോംപ്ലാൻ ഇടുന്നത് അറിയാവുന്നവർക്ക് അറിയാം. നമ്മുടെ മില്ലീനിയൽസ് കുടിച്ചിട്ടുള്ള നമ്മുടെ ചങ്ക് ബോയ്സിന് അറിയാം. കോംപ്ലാൻ ഷാർജ കുടിച്ചിട്ടുണ്ട്, അതുപോലെ മൈലോ ഷാർജ. നമ്മളെ ചട്ടം പീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അതാണ്. പക്ഷെ ഇപ്പോഴും അവിടെ ആ ബട്ടർ ബണ്ണും ഷാർജ ഉണ്ടാകുന്നു. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അതിനകത്ത് കാണൂല. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പകലെപ്പോഴും പോയിട്ട് ബണ്ണ് ഷാർജ. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ജ്യൂസ് ഹബ്. അവന്റെ ഇവിടെ പോവാതെ ഇവിടെ ജ്യൂസ് ഹബിലും പോവാം. നമുക്ക് ബട്ടർ ബണ്ണും ഇതും കുടിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് വാട്ടർ മെലൺ ജ്യൂസ് കുടിക്കാം. അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ എല്ലായിടത്തും ഉണ്ടല്ലോ. ഒരു ഷാർജ മേടിക്കാം, എന്നിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ തന്നെ 2 കടന്ന് കുടിക്കണോ, എന്നിട്ട് കക്കൂസി പോണോ? അങ്ങനെയല്ല, എനിക്ക് ഷാർജ ഫുള്ള് എനിക്ക് കുടിക്കാൻ പറ്റില്ല. എനിക്ക് നെഞ്ചുവേദന എടുക്കും. അയ്യോ, ആക്ച്വലി നാളെ ഹോസ്പിറ്റലിൽ പോകും. നാളത്തെ കാര്യമല്ല, ഞാൻ ഇടിപിടി തന്നെ ഓടിച്ചെന്ന് അണ്ണാ ഇട് ബട്ടർ ബൺ ഇട്ട് തന്നെ ഓടി നിർത്താൻ പറയല്ല. നീ എന്തത് അതൊക്കെ ഞാൻ പറ, നമുക്കിത് ചെയ്യണം. ദാറ്റ് ഈസ് അവർ പ്ലാൻ. വിനായ ബേക്കറിയിലെ ബട്ടർ ബണ്ണും ഷാർജയുടെ ആ ടേസ്റ്റ് സായിബാ. അത് പക്ഷെ കാണുമെന്തോ ഇങ്ങനെ ആഗ്രഹിച്ച് പോകുമ്പോഴുള്ള കുഴപ്പം, ഒന്നുകിൽ അവിടെ ചെല്ലുമ്പോൾ ഈ സാധനം എനിക്ക് കാണത്തില്ല. ഇവള് നെഗീഷാണ്. അതല്ല അതൊന്നും ആയിരിക്കില്ല. ആ ടേസ്റ്റ് കിട്ടൂല. ഷാർജയ്ക്ക് ചിലപ്പോൾ ആ ടേസ്റ്റ് ആയിരിക്കും. ഷാർജ മറ്റേ കട്ടി പിടിച്ച് നല്ല ഐസ് കട്ടയായിട്ടുള്ള മറ്റേ പാലും വെള്ളമായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ പഴയ ടേസ്റ്റ് കിട്ടൂല. പിന്നെ ബട്ടർ ബൺ ഉറപ്പായിട്ട് ആ പഴയ ടേസ്റ്റ് കിട്ടൂല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെറുക്കും. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്. നമ്മൾ പണ്ട് കുംഫുവിന് പോയി, നമ്മൾ പണ്ട് കുംഫുവിന് അങ്ങനെയൊന്നുമില്ല പോ മിണ്ടായിരിക്കും. അങ്ങനൊന്നും അല്ല പറഞ്ഞത്. നമ്മുടെ ഫോളോവേഴ്സ് തെറ്റിദ്ധരിക്കും. അല്ല, കുംഫുവിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വരുന്ന വഴിക്ക് മറ്റേ ഒരു അതൊക്കെ അറിയോ, ഒരു ചെറിയൊരു കട ഉണ്ട്. ഒരു ചേട്ടൻ എനിക്ക് താടി വെച്ചൊരു മുല്ലാക്കച്ചേട്ടൻ, പുള്ളിയുടെ ഷാർജ കട ഉണ്ടായിരുന്നു. ഞാനും മോഹനും സുനിലും ഒക്കെ പണ്ട് നമ്മൾ കുംഫു പോയി ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ തന്നെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ അത് ഉണ്ടെന്ന് ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് വരുന്നൊക്കെ നോക്കിയായിരുന്നു. ചെറിയൊരു കട, കുട്ടിക്കടയാണ്. അത് ഷാർജ എന്തൊരു ടേസ്റ്റ് എന്നറിയോ. അത് ഞാൻ പറഞ്ഞ പഴയ ആ ഒരു ഷാർജയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്രഷ്നെസ്സും ഒന്നും ഇപ്പോൾ ഒരിടത്തും ഇല്ല. ഷാർജ മാത്രമല്ല, പല സാധനങ്ങളും. ഫോർ എക്സാമ്പിൾ, ഏറ്റവും വലിയ എക്സാമ്പിളാണ് ദിൽഖുഷ്. പഴയ ദിൽഖുഷിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ എവിടെയെങ്കിലും കിട്ടാറുണ്ട്? എവിടെയും ഉണ്ടോ എനിക്കറിയില്ല. അങ്ങനെ പല സാധനങ്ങളും, ദിൽഖുഷ് ആയാലും മുട്ട പപ്സ് ആയാലും പാൽപ്പേട ആണെങ്കിലും എന്താണേലും പഴയ ആ ഒരു ടേസ്റ്റ്
മുട്ട പപ്സിന് ടേസ്റ്റ് ഉള്ള സ്ഥലമുണ്ട്. മോബീസ് ഇല്ലേ നമ്മളുടെ? മോബീസിൽ ഞാൻ ഇപ്പോൾ പോയിട്ട് വർഷങ്ങളായി, മനസ്സിലായി. മോബീസിന്റെ മുട്ട പപ്സ് ഈസ് വെരി ടേസ്റ്റി. മോബീസിൽ ഞാൻ അന്ന് ഇതുപോലെ നമ്മള് ഓഫീസിൽ ആനുവൽ ഡേക്ക് പോയപ്പോഴത്തേക്കും ഇത് ചിത്രയ്ക്കും അവളുടെ പേര് കൂട്ടുകാരുടെ പേര് മറന്നു. അല്ല, ചിത്രയ്ക്ക് ശില്പയ്ക്കും അല്ല, ചിത്രയ്ക്കും പപ്പനും. ഞാൻ അവളുടെ യഥാർത്ഥ പേര് ആലോചിച്ചത്. എനിക്ക് നമ്മൾ പപ്പൻ എന്നാണ് വിളിക്കുന്നത്. ചിത്രയ്ക്കും പപ്പനും. പപ്പന്റെ യഥാർത്ഥ പേരെന്തോ പറ? ആതിര പപ്പൻ. പപ്പന്റെ യഥാർത്ഥ പേര് ആതിര എന്നാണോ? ആതിര. ആ, ഓക്കെ, ആതിരയാണെന്ന് തോന്നണം. പപ്പൻ എന്ന് മാത്രമേ. അയ്യോ, അതിടല്ലേ. കണ്ടോളൂ സെറീനയുടെ സുഹൃത്തുക്കളെ, ഇത്രയേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ല. പപ്പൻ എന്ന് വിളിച്ചിട്ട് അങ്ങനെ അവളുടെ യഥാർത്ഥ പേര് നമുക്ക് വായിൽ വരാത്തതാണ്. അവളുടെ പേര് ആതിര പപ്പൻ. ശരി, പപ്പൻ എന്ത് ചെയ്യുന്നു? അല്ല, അവൾ ഇപ്പോഴും പറയും ഇതിന്റെ കാര്യം, ആ പപ്സിന്റെ കാര്യം ഇപ്പോഴും പറയാന്ന് വെച്ചാൽ ഇന്നലെ കൂടെ പറഞ്ഞോ? ആ, മിനിയാന്നും കൂടെ പറഞ്ഞു. അവൾക്ക് അത് പപ്സ് എന്ന് പറയും. ഇറ്റ്സ് വെരി ടേസ്റ്റി. മോബീസിലെ പപ്സ്, ചൂട് പപ്സ്. അതെനിക്കറിയാം, മോബീസ് അടിപൊളിയാണ്. പക്ഷെ മോബീസ് ഇപ്പോഴും അതുപോലെയാണ്. അതായത് ഈ പഴയ കടകൾ, കുറേ കടകളൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ആ സാധനത്തിനൊക്കെ അതുപോലത്തെ ടേസ്റ്റ് കിട്ടുമോ എന്നുള്ളത് ഒരു ദിവസം നമ്മൾ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു. പഴയ കടകളിലൊക്കെ പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പണ്ടാണെങ്കിൽ ഉണ്ടല്ലോ, പണ്ട് നമ്മളുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ ഓരോരോ ബേക്കറീസ് ഉണ്ടല്ലോ. ഓരോരോ ബേക്കറീസിൽ ഓരോരോ സ്പെസിഫിക് സാധനങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ വട്ടിയൂർക്കാവായിരുന്നതുകൊണ്ട് ജി ബേക്കറി, അമർ ബേക്കറി. അപ്പൊ അവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം. അതുപോലെ സ്പെഷ്യൽ സാധനങ്ങൾ, അന്നത്തെ സ്പെഷ്യൽ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. നമ്മളവിടെ ചെല്ലുമ്പം ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ ഇപ്പൊ ഇല്ലെങ്കിലും, അന്നത്തെ സ്പെഷ്യൽ സാധനങ്ങൾ ഇപ്പോൾ ഇല്ലെങ്കിലും, അത് ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് സാധനങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യും. രണ്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ ഷെഫാണ് ഇന്നത്തെ ഷെഫ് നമുക്ക് അറിഞ്ഞുകൂടാ. ഇല്ല, ഞാൻ ഇച്ചായനെ നമ്മൾ ലൈൻ അടിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ അമർ ബേക്കറി ലൈൻ കട്ട് അല്ല, അമർ എനിക്ക് മനസ്സിലായി. ദിൽഖുഷ അവരുടെ ഹലുവ, അത് നീയായിരുന്നു. ഓ, ഞാൻ വെച്ചത് മറ്റേ ഇച്ചായനല്ലേ. അപ്പൊ ഞാൻ എന്റെ മറ്റേ ചേട്ടനാണ് വാങ്ങിച്ചത്. ഞാൻ എന്റെ ചേട്ടന്മാർക്ക് എല്ലാം ഹൽവയാണ് വിളിച്ചെടുക്കുന്നത്. എന്റെ ചേട്ടന്മാര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും. ഞാൻ ഒന്നും എഡിറ്റ് ചെയ്യാണ്ട് ഇടുകയും ചെയ്യും. അപ്പൊ അത് ഇച്ചായനല്ലായിരുന്നല്ലോ. അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പഴയ മെമ്മറീസ്, ഫുഡ് മെമ്മറീസ് ഉറപ്പായിട്ടും ഇതുപോലെ ബേക്കറികളിലെ പണ്ട് സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, ഫേവററ്റ് സാധനങ്ങളൊക്കെ ഉറപ്പായിട്ട് എല്ലാവർക്കും കാണുമല്ലോ. അപ്പം നിങ്ങളുടെ പഴയ ഫേവററ്റ് ഫുഡും ബേക്കറി ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യും.